കേരള യാത്ര പെരിങ്ങത്തൂരിൽ എത്തിയിരിക്കുകയാണ്. മാഷാ അല്ലാഹ് നമ്മുടെ ഓക്കെ ഒരു വണ്ടി കൊണ്ടാക്കാൻ മാഷാ അല്ലാഹ് പേരോട് ഉസ്താദ് തങ്ങള് നമ്മളെ ഒന്നാം കേരള യാത്രക്ക് അവേലത്ത് തങ്ങൾ പാപ്പ നമ്മുടെ മഹാനായ ശൈഖുനയുടെ കൂടെ താനും തണലുമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതാ പെരിങ്ങത്തൂർ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് കടക്കുമ്പോ മാഷാ അല്ലാഹ് അവിടുത്തെ നമ്മുടെ അവേലത്ത് തറവാട്ടിലെ ഇപ്പോഴത്തെ മാഷാ അല്ലാഹ് നമ്മുടെ തങ്ങളവറുകള് രണ്ടു വാക്ക് തങ്ങള് വളരെ സന്തോഷമുണ്ട്. ഒന്നാമത്തെ പങ്കെടുക്കാൻ സാധിച്ചു. മൂന്നാമത്തേതിലും ആമീൻ ഇൻഷാ അല്ലാഹ്. പെരിങ്ങത്തൂരിലേക്ക് കടക്കുന്ന നമ്മുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മാഷാ അല്ലാഹ് പേരോട് ഉസ്താദിന്റെ വാഹനം കടന്നു പോവുകയാണ്. ഖലീൽ തങ്ങൾ പാപ്പ ഇൻഷാ അല്ലാഹ് തങ്ങൾ പാപ്പ പെരിങ്ങത്തൂരിന്റെ മണ്ണിലേക്ക് തങ്ങൾ പ്രവാസികളോട് അൽഹംദുലില്ലാഹ് എപ്പോഴും തങ്ങളെ മനസ്സിൽ പ്രവാസികളുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാഹ് ഹോസ്പിറ്റലിന്റെ ഒരു വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. വാഹന വ്യൂഹത്തിന്റെ ഹോസ്പിറ്റൽ വാഹനമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാഷാ അല്ലാഹ് പേരോട് ഉസ്താദിന്റെ വാഹനം അതുപോലെ നമ്മുടെ നേതാക്കൾ എല്ലാവരുടെയും വാഹനങ്ങൾ കടന്നു പോവുകയാണ്. നമ്മുടെ മുഴുവൻ പ്രവർത്തകരും അവരവരുടെ വാഹനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് കയറിയാണ് വേണ്ടത്. നമ്മുടെ യാത്രയുടെ നായകന്മാർ നാദാപുരത്തെ നമ്മുടെ സിറാജുൽ ഹുദ ക്യാമ്പസിലേക്കാണ് നീങ്ങുന്നത്. അവരെ സ്വീകരിച്ച് ആനയിച്ച് മുഴുവൻ പ്രവർത്തകന്മാരും അവരുടെ വാഹനത്തിലേക്ക് പ്രവർത്തകന്മാർ ജില്ലാ വാഹനത്തിന്റെ പിന്നിൽ മാത്രം, അല്ലാതെ പ്രയാസമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വലിയപ്പള്ളി ഉസ്താദ് അതേപോലെ സി ഉസ്താദും നമ്മോടൊപ്പം ഉണ്ട്. അൽഹംദുലില്ലാഹ് സി ഉസ്താദ് അഭിവാദ്യം ചെയ്യുന്നുണ്ട്. മരാമംഗളം ഉസ്താദിന്റെ വാഹനമാണ്. മാഷാ അല്ലാഹ് ഉസ്താദ് അതുപോലെ സയ്യിദ് അവറുകൾ മാഷാ അല്ലാഹ് എല്ലാവരും ഉണ്ട്. മാഷാ അല്ലാഹ് പെരിങ്ങത്തൂരിന്റെ മണ്ണിലേക്ക് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നും കോഴിക്കോടിന്റെ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുന്ന കേരള യാത്രയുടെ മൂന്നാം ദിവസമായ ഇന്ന് ഐതിഹാസികമായ സമ്മേളനം വൈകുന്നേരം കാഞ്ഞങ്ങാട് നമ്മുടെ നാദാപുരം അങ്ങാടിയിൽ നടക്കുന്നതാണ്. 5 മണിക്കാണ് നാദാപുരത്ത് പരിപാടി നടക്കുന്നത്. കൃത്യം 5 മണിക്ക് പരിപാടി നടക്കും. പെരിങ്ങത്തൂർ മക്കാമിൽ നിന്ന് സിയാറത്ത് ചെയ്തതിനു ശേഷം 5 മണിക്ക് പൊതുപരിപാടി നടക്കും. മാഷാ അല്ലാഹ് വലിയൊരു വാഹന വ്യൂഹം അനുഗമിക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും യാത്രയയപ്പ് നൽകി, കണ്ണൂരിന്റെ നേതാക്കൾ യാത്രയയപ്പ് നൽകി കോഴിക്കോടിന്റെ മണ്ണിലേക്ക് കടക്കുകയാണ്. മാഷാ അല്ലാഹ് പ്രകൃതി രമണീയമായ അതിമനോഹരമായ ഈ പെരിങ്ങത്തൂരിന്റെ പാലത്തിന്റെ മുകളിലാണ് സ്വീകരണം. ഇവിടെ നിന്ന് ഇനി കോഴിക്കോടിന്റെ മണ്ണിലേക്ക് കടക്കുന്നു. ഇനി 2 ദിവസം കോഴിക്കോട്ടാണ്. നമുക്കറിയാം ഉസ്താദിന്റെ ജന്മനാടായ കോഴിക്കോട് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ സ്വന്തം നാട് കോഴിക്കോട് ജില്ലയിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ദിവസം നമ്മുടെ നാദാപുരത്തങ്ങാടിയിലും ഇന്ന് 5 മണിക്ക് നാദാപുരത്തങ്ങാടിയിലും നാളെ വൈകുന്നേരം കോഴിക്കോട്ടങ്ങാടിയിലും 2 സ്ഥലത്തായിട്ടാണ് സ്വീകരണം. 2 സ്ഥലത്താണ് സ്വീകരണം നടക്കുന്നത്. കോഴിക്കോടും നാദാപുരവും. ഇന്ന് വൈകുന്നേരം നാദാപുരത്ത് 5 മണിക്ക്, നാളെ വൈകുന്നേരം കോഴിക്കോടിനെ മാഷാ അല്ലാഹ് നമ്മളെ വണ്ടികളൊക്കെ കടന്നു കൊടുക്കാൻ വേണ്ടി വളണ്ടിയർമാര് പൊതുവാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള എല്ലാ സൗകര്യവും നമ്മളെ വളണ്ടിയേഴ്സ് ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ വാഹനങ്ങളും സുഖകരമായി കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ വളണ്ടിയേഴ്സ്
മാഷാ അല്ലാ പെരിങ്ങത്തൂരിലെ വളണ്ടിയേഴ്സ് വളരെ സജ്ജമായിട്ടുണ്ട്. പെരിങ്ങത്തൂരിന്റെ വളണ്ടിയേഴ്സ് എല്ലാ പൊതുവാഹനങ്ങളും യാതൊരു തടസ്സവും കൂടാതെ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പെരിങ്ങത്തൂരിലെ വളണ്ടിയേഴ്സ് മാഷാ അല്ലാ മഹമ്മൂദാജിക്കൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ പെരിങ്ങത്തൂരിലേക്ക് വരുമ്പോൾ ആചാര്യം എന്താ പറയാനുള്ളത്? നമ്മുടെ UAE-യുടെ ICF-ന്റെ നേതൃത്വം ഫൈനാൻസ് സെക്രട്ടറി ബഹുമാനപ്പെട്ട മഹമ്മൂദാജി മാഷാ അല്ലാ 2 വാക്ക് മഹമ്മൂദാജി നമ്മുടെ UAE-ലെ പ്രവാസികളോട്. ഇൻഷാ അല്ലാ പെരിങ്ങത്തൂര് സ്വന്തം നാടാണ്, മഹമ്മൂദാജിയുടെ നാടാണ് പെരിങ്ങത്തൂര്. ഭംഗിയായി മുമ്പോട്ട് പോകുന്നുണ്ട്. എല്ലാം പ്രൗഢവും പ്രധാനവും എല്ലാം നിലനിൽക്കുന്ന യാത്രയൊക്കെയാണ് ഈ യാത്ര. മാഷാ അല്ലാ ഉസ്താദ് പെരിങ്ങത്തൂരിലേക്ക് വരുന്നതിന്റെ സന്തോഷം മഹമ്മൂദാജി നമ്മളോട് പറഞ്ഞു. അതുപോലെ കേരളയാത്ര നാദാപുരത്ത് വൈകുന്നേരം നടക്കുന്ന കേരളയാത്രയുടെ വിജയത്തിന് വേണ്ടി എല്ലാവരും എത്തണമെന്നുകൂടിയാണ് അറിയിക്കാനുള്ളത്. മാഷാ അല്ലാ പ്രവാസികൾക്കൊക്കെ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഖലീൽ ഉപ്പാപ്പ തങ്ങളൊക്കെ വന്നായിട്ട് ദുആ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഏതായിരുന്നാലും പെരിങ്ങത്തൂരിന്റെ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യമുള്ള ഈ ഒരു പ്രദേശത്തേക്ക് കോഴിക്കോടിന്റെ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എന്തുകൊണ്ടും വളരെ പ്രകൃതി രമണീയമായ ഈ ഒരു സാഹചര്യത്തിൽ കേരളയാത്രയുടെ 3ാമത്തെ ദിവസം കോഴിക്കോടിന്റെ മണ്ണിലേക്ക് കടക്കുകയാണ്. ഇനി 2 ദിവസം കോഴിക്കോടിന്റെ ദിവസമാണ്. ഇനി 2 ദിവസം കോഴിക്കോടിന്റേതാണ്. ഇനി 2 ദിവസം കോഴിക്കോടിന്റെ ദിവസങ്ങളാണ്. ഇന്ന് പെരിങ്ങത്തൂരും നാളെ ഇന്ന് 9 മണിക്ക് പെരിങ്ങത്തൂര്, അതുപോലെ നാളെ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നാദാപുരത്ത് യോഗം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നാളെ കോഴിക്കോട്ടേക്കാണ്. ഇൻഷാ അല്ലാ പിന്നീട് ലൈവ് സൗകര്യം പോലെ വരാമെന്ന് അറിയിച്ച് ഇപ്പൊ നിർത്തുകയാണ്. ഞാൻ മുന്നേ അല്ല ഇതിൽ ഞാൻ നോക്കണം.